എല്ലാവർക്കും എജുനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ പറഞ്ഞു, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് ഇൻ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ? ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത് അവസാനം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. യൂണിവേഴ്സൽ അഫർമേറ്റീവിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? എ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു. യൂണിവേഴ്സൽ നെഗറ്റീവിന് നമ്മൾ ഇ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു. പർട്ടിക്കുലർ അഫർമേറ്റീവിന് നമ്മൾ ഐ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു. പർട്ടിക്കുലർ നെഗറ്റീവിന് നമ്മൾ ഓ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസിന്റെ ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ ഒരു കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഒരു ടേം ഫുള്ളി റെഫേർഡ് ആണെങ്കിൽ ആ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പാർഷ്യലി റെഫേർഡ് ആണെങ്കിൽ ആ ടേം എന്തായിരിക്കും? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എ പ്രപ്പോസിഷന്റെ ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഒരു പ്രപ്പോസിഷന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എടുക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് ടേം ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റ് ടേം ഉണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് മെന്നാണ്, പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത് മോർട്ടലാണ്. നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടീഷൻ എന്താണ്? ഒരു ടേം ഫുള്ളി റെഫേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പാർഷ്യലി റെഫേർഡ് ആണെങ്കിൽ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ എന്താണ് ഒരു ടേം മൊത്തത്തിൽ പറയപ്പെടുകയാണെങ്കിൽ ആ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. മൊത്തത്തിൽ പറയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്ലാസ്സിനെ മൊത്തത്തിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പം നമുക്ക് സബ്ജക്റ്റിന്റെ യൂണിവേഴ്സൽ അഫർമേറ്റീവിൻ്റെ സബ്ജക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന മെന്നാണ്. അപ്പം ഓൾ മെന്നാണ് അല്ലേ, എല്ലാ മനുഷ്യരും സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടേം എന്താണ്? ഫുള്ളി റെഫേർഡ് ആണ്. എല്ലാ മെന്നിനെ കുറിച്ചിട്ടും ഈ സബ്ജക്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഒരു സബ്ജക്റ്റ് ഫുള്ളി റെഫേർഡ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ പ്രെഡിക്കേറ്റ് എടുക്കുമ്പോൾ എന്താണ്? മോർട്ടലാണ് പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പ്രെഡിക്കേറ്റ് ഫുള്ളി റെഫേർഡ് അല്ല, പാർഷ്യലി റെഫേർഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു പ്രെഡിക്കേറ്റ് എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്തുകൊണ്ട് ഈ പ്രെഡിക്കേറ്റ് പാർഷ്യലി റെഫേർഡ് ആയി? മെന്നിന്റെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമാണ് ഈ പ്രെഡിക്കേറ്റ് പറയുന്നത്. മെന്നിന് മാത്രമാണ് മോർട്ടാലിറ്റി ഉള്ളത്, ആനിമൽസിന് മോർട്ടാലിറ്റി ഉണ്ട് അല്ലെ. ബാക്കി ജീവനുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും എന്തുണ്ട്? മോർട്ടാലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ പ്രെഡിക്കേറ്റിൽ മെന്നിന്റെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എ പ്രപ്പോസിഷന്റെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. കാണാണ്ട് പഠിച്ചു വെക്കേണ്ടതാണ്. എന്താണ്? എ പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ രണ്ട് സർക്കിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു സർക്കിളിന് പറയുന്ന പേര് യൂളർ സർക്കിൾ എന്നാണ്. അപ്പൊ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോഴും ഇപ്പൊ രണ്ട് ടേംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത് അല്ലെ. അപ്പൊ രണ്ട് സർക്കിൾസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ സർക്കിൾസ് വരയ്ക്കുമ്പോൾ എപ്പോഴും പ്രെഡിക്കേറ്റിന്റെ സർക്കിൾ ആയിരിക്കണം വലുതായിട്ട് വരയ്ക്കേണ്ടത്. അപ്പം പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഇവിടെ മോർട്ടലാണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രെഡിക്കേറ്റിന്റെ സർക്കിൾ വലുതായിട്ട് വരയ്ക്കുക, അതിന് പി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു പ്രെഡിക്കേറ്റിന്റെ ഉള്ളിൽ വരുന്ന എല്ലാം തന്നെ എന്തായിരിക്കും? മോർട്ടൽ ആയിരിക്കും. അപ്പൊ ഈ പ്രെഡിക്കേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? മോർട്ടലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സർക്കിളിന്റെ ഉള്ളിൽ വരുന്നത് എല്ലാം തന്നെ എന്തായിരിക്കും? മോർട്ടൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഓൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മോർട്ടൽ ആണ് എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെ പറയുമ്പം ഓൾ മെൻ എവിടെ വരും? ഈ പ്രെഡിക്കേറ്റിന്റെ ഉള്ളിൽ വരും. സബ്ജക്റ്റ് എവിടെയാണ് വരുന്നത്? പ്രെഡിക്കേറ്റിന്റെ ഉള്ളിൽ വരും. എ പ്രപ്പോസിഷന്റെ സർക്കിളാണ് കേട്ടോ നമ്മളിപ്പോൾ വരച്ചത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫുള്ളി റെഫേർഡ് ആയിട്ടുള്ള ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പാർഷ്യലി റെഫേർഡ് ആയിട്ടുള്ള ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു കംപ്ലീറ്റ് സർക്കിള് ഡിസ്ട്രിബ്യൂട്ടഡും പാർഷ്യൽ സർക്കിള് അൺഡിസ്ട്രിബ്യൂട്ടഡും ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു കംപ്ലീറ്റ് സർക്കിൾ ഏതാണ്? പി ആണോ എസ് ആണോ? ഇവിടെ ഒരു കംപ്ലീറ്റ് സർക്കിളായിട്ട് നമുക്ക് കിട്ടിയത് എസ് ആണ്. കാരണം എന്താണ്? നമുക്ക് എസ് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. എസ് നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പി നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിയുടെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ എസ് നിൽക്കുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിയുടെ സർക്കിൾ എന്താണ്? പാർഷ്യൽ സർക്കിളാണ്. പി മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത്രയും പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പിയുടെ
കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പി എന്ന് പറയുന്നത് പാർഷ്യൽ സർക്കിൾ ആണ്, എസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സർക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? പാർഷ്യൽ സർക്കിൾ ആയിട്ടുള്ള പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. കംപ്ലീറ്റ് സർക്കിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രപ്പോസിഷന്റെ സർക്കിൾ നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ പ്രെഡിക്കേറ്റിൻ്റെ സർക്കിൾ വലുതായിട്ട് വരയ്ക്കുക, പ്രെഡിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ എന്താണ് പറയുന്നത്? ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ എന്നാണ് പറയുന്നത്. ഓൾ മെൻ ആർ നോട്ട് മോർട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യരാരും തന്നെ എന്തല്ല? മോർട്ടൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ വരും സബ്ജക്റ്റ്? പ്രെഡിക്കേറ്റിന് പുറത്തായിട്ട് വരും. കണ്ടോ? അപ്പോൾ മനുഷ്യരാരും തന്നെ എന്തല്ല? മോർട്ടൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പം പ്രെഡിക്കേറ്റിന്റെ പുറത്തായിട്ട് സബ്ജക്റ്റ് വരും. അപ്പം നമുക്ക് രണ്ടും കിട്ടിയത് എന്താണ്? കംപ്ലീറ്റ് സർക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രപ്പോസിഷനിൽ അഥവാ യൂണിവേഴ്സൽ നെഗറ്റീവില് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ പ്രപ്പോസിഷൻ ആണ്, ഐ പ്രപ്പോസിഷൻ ആണ്. ഐ പ്രപ്പോസിഷന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഐ പ്രപ്പോസിഷൻ എന്താണ്? പ്രെഡിക്കേറ്റിന്റെ വലിയ സർക്കിൾ വരയ്ക്കുക. ഇവിടെ പറയുന്നത് എന്താണ്? സം മെൻ ആർ മോർട്ടൽ. കുറച്ച് മനുഷ്യരൊക്കെ എന്താണ്? മോർട്ടൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ വരയ്ക്കാം? സബ്ജക്റ്റ് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ? ഇത്രയും മനുഷ്യരൊക്കെ എന്താണ്? ഇത്രയും മനുഷ്യരൊക്കെ മോർട്ടൽ ആണെന്നാണ് പറയുന്നത്. ഇത്രയും മനുഷ്യരൊന്നും തന്നെ മോർട്ടൽ അല്ല. അപ്പൊ സം മെൻ ആർ മോർട്ടൽ അല്ലേ? സം മെൻ ആർ മോർട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും, അതായത് പ്രെഡിക്കേറ്റിന്റെ സർക്കിളും സബ്ജക്റ്റിന്റെ സർക്കിളും എന്തായിട്ടാണ് കിട്ടുന്നത്? പാർഷ്യൽ ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? പർട്ടിക്കുലർ അഫർമേറ്റീവില് സബ്ജക്റ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അല്ലാതെ നമുക്ക് നോക്കിവിടാം. സമ്മെൻ കുറച്ച് മനുഷ്യരെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ മനുഷ്യരും സബ്ജക്റ്റിൽ വരുന്നുണ്ടോ? വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? പാർഷ്യലി റെഫേർഡ് ആണ്. സബ്ജക്റ്റ് എന്തായിരിക്കും? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇവിടെ മോർട്ടൽ നോക്കി, ഈ സമ്മെന്നിന്റെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമാണ് പ്രെഡിക്കേറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ പ്രെഡിക്കേറ്റും പാർഷ്യലി റെഫേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഐ പ്രപ്പോസിഷന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്തായിരിക്കും? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രപ്പോസിഷൻ നോക്കാം. അടുത്ത പ്രപ്പോസിഷൻ എന്താണ്? സം മെൻ ആർ നോട്ട് മോർട്ടൽ. എന്താണ്? ഓ പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ പ്രെഡിക്കേറ്റിന്റെ സർക്കിൾ വലുതായിട്ട് വരയ്ക്കുക, പ്രെഡിക്കേറ്റ് എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സം മെൻ ആർ നോട്ട് മോർട്ടൽ. കുറച്ച് മനുഷ്യരൊക്കെ എന്താണ്? മോർട്ടൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുറച്ച് മനുഷ്യരെ നമുക്കിവിടെ വരയ്ക്കാം. സബ്ജക്റ്റ് നമുക്കിവിടെ വരയ്ക്കാം. ഇത്രയും മനുഷ്യരൊന്നും തന്നെ എന്തല്ല? മോർട്ടൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് സർക്കിളായിട്ട് കിട്ടിയത് പി ആണ്. പാർഷ്യൽ സർക്കിളായിട്ട് കിട്ടിയത് ആരെയാണ്? സബ്ജക്റ്റിനെയാണ്. അങ്ങനെ വരുമ്പോൾ ഓ പ്രപ്പോസിഷനിൽ പർട്ടിക്കുലർ നെഗറ്റീവില് സബ്ജക്റ്റ് എന്തായിരിക്കും? സബ്ജക്റ്റ് എന്തായിരിക്കും? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് തന്നെയാണ് ഈ ടേബിളിൽ പറയുന്നത്. ഈ പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഐ പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഓ പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ ആണല്ലോ. നമുക്ക് വേറൊരു രീതിയിൽ ഒരു ചെറിയൊരു കോഡ് നെയിം ഉണ്ട്. അതും കൂടെ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ലോജിക്ക് ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ആ ഒരു കോഡെന്ന് പറയുന്നത് എന്താണ്? അസബിനോവ് ആണ്. അസബിനോവ്. ഇത് പഠിച്ചു വെച്ചാലും ഇതൊന്ന് കാണാണ്ട് പഠിച്ചു വെച്ചാലും സ്പെല്ലിങ് തെറ്റാൻ പാടില്ല കേട്ടോ. അസബിനോവ്. എ പ്രപ്പോസിഷനിലെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. എ പ്രപ്പോസിഷനിലെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ പ്രപ്പോസിഷനിൽ ബോത്ത് ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. നോക്കി, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഐ പ്രപ്പോസിഷനിൽ നൺ ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. കണ്ടോ? രണ്ട് ടേംസും എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓ പ്രപ്പോസിഷൻ നോക്കിയേ, പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരുന്നത്. നമുക്ക് വേറൊരു രീതിയിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ യൂണിവേഴ്സൽ ആണെങ്കിൽ, അതിൻ്റെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും.
ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇത് രണ്ടും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് പറയുന്നത്? ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ യൂണിവേഴ്സൽ ആണെങ്കിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. യൂണിവേഴ്സൽ ആയിട്ടുള്ളത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഉണ്ട്, യൂണിവേഴ്സൽ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. യൂണിവേഴ്സൽ ആണെങ്കിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. നെഗറ്റീവ് ആണെങ്കിൽ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് യൂണിവേഴ്സൽ നെഗറ്റീവും രണ്ടാമത്തെ പർട്ടിക്കുലർ നെഗറ്റീവും. രണ്ടിൻ്റെയും പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യുക. ബാക്കിയുള്ള ടേംസ് എല്ലാം നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെയും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. ഇതൊരു ബേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇനി അങ്ങോട്ട് നമ്മൾ സിലജിസം ഒക്കെ പഠിക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിലജിസം മനസ്സിലാകുള്ളൂ, സിലജിസം പഠിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇഡക്ഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഇഡക്ഷനും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്ത് ആവശ്യമാണ്? ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമാണ്. ഇനി കുറച്ച് പോർഷനും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ വെസ്റ്റേൺ ലോജിക്ക് നമുക്ക് കഴിയും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.